കാറ്റത്തെ കിളിക്കുടിയിലെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നികേഷിൻ്റെ അമ്മ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കിച്ചണിൽ നിന്നും ഒരു പുരുഷൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അമ്മയോട് ദേഷ്യത്തോട് സംസാരിക്കുന്നുണ്ട്. നീ എന്താ ഒന്നും വെച്ചുണ്ടാക്കാത്തത്? കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, എനിക്ക് വിശക്കുന്നുണ്ട്. ഇത് കേട്ട് അമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതെ, ഇവിടെ വെച്ചുണ്ടാക്കാൻ നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ വിറ്റ് പെറുക്കി കാശുണ്ടാക്കി സാധനങ്ങൾ മേടിച്ചിട്ട് വാ. ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട്, ഇനി എന്താ വിറ്റ് പെറുക്കാനുള്ളത്? ഇതായിരിക്കുന്നു ഓടാത്തൊരു ടി വിയും കിച്ചണിലെ കുറച്ച് ഞെളുങ്ങിയ പാത്രങ്ങളും. എനിക്കത് പറ്റത്തില്ല, നിങ്ങൾ എന്താന്ന് വെച്ച ചെയ്യ്. ഇത് കേട്ട് അയാൾ ദേഷ്യത്തോടെ വീണ്ടും പറയുന്നുണ്ട്, അതെ, നിന്നെ വിവാഹം കഴിച്ചത് അന്ന് മുതൽ എനിക്ക് നാശം തുടങ്ങിയതാണ്. ഓഹോ, എന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ പണക്കാരനായിരുന്നോ എന്ന് അമ്മ തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്നോട് തർക്കുത്തരം പറയാനായോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കിടന്നിരുന്ന ഒരു സ്റ്റൂളെടുത്ത് അമ്മയെ അടിക്കാനായി ഓങ്ങുന്നുണ്ട്. പെട്ടെന്നാണ് കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത്. ഇത് കേട്ട് ചെന്ന് ഡോറ് തുറന്നു നോക്കുമെന്ന് അയാൾ പറയുന്നുണ്ട്. എനിക്ക് പറ്റില്ലെന്ന് അമ്മ പറയുന്നു. ഇത് കേട്ട് അദ്ദേഹം തന്നെ ചെന്ന് ഡോറ് തുറന്നു നോക്കുകയാണ്. അത് ഒരു പലിശക്കാരനായിരുന്നു. ഇവരെ കണ്ടതും അയാൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എത്ര ദിവസത്തെ പലിശയാണ് തരാനുള്ളത്? കുടിശ്ശിക അടക്കം തീർക്കാനുണ്ട്. ഓരോ ഡേറ്റ് പറയും, ഞാൻ അന്നേരം വരും. പക്ഷെ നിങ്ങൾ കൈമലർത്തും. ഇനി അത് നടക്കില്ല, എൻ്റെ കാശ് ഇപ്പം തന്നെ കിട്ടണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ കാല് പിടിക്കുന്നത് പോലെ സംസാരിക്കുന്നുണ്ട്. കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ഭക്ഷണം കഴിക്കാൻ പോലും ക്യാഷില്ല. ഒരാഴ്ചക്കുള്ളിൽ തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പലിശക്കാരൻ വളരെ മോശമായി സംസാരിച്ചിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും നല്ല വഴക്കുണ്ടാവുന്നുണ്ട്. ഇതേസമയം കിളിക്കൂട്ടിൽ സുഭാഷേട്ടൻ്റെ കാലിന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ കിച്ചണിലെ ജോലികളെല്ലാം നിധിയും അനിയന്മാരും കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ്. നിധി ഓരോരുത്തർക്കുമായി ഓരോ ജോലികൾ കൊടുത്തിട്ടുണ്ട്. ഹരീഷ് തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുകയാണ്. നികേഷ് ഉള്ളികളെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനെന്താ ചെയ്യേണ്ടതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അവിടെ കിടന്ന പാത്രങ്ങളെല്ലാം സിങ്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നീ ഇതെല്ലാം കഴുകെന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് സുധീഷിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ തന്നെ കഴുകണമെന്ന് ചോദിക്കുമ്പോൾ അതെന്താ ഞാൻ തന്നെ കഴുകണമെന്നൊരു ചോദ്യം. എല്ലാവരും ഒരുമിച്ച് ജോലികൾ ചെയ്താൽ പെട്ടെന്ന് അത് തീർക്കാം. ശരിയെന്നും പറഞ്ഞുകൊണ്ട് പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ട് സുധീഷ്. ഇത് കണ്ട് നിധി എല്ലാവരോടും പറയുന്നുണ്ട്, അല്ല, ഞാൻ വിളിച്ചാൽ മാത്രം നിങ്ങൾ കിച്ചണിലെ ജോലികളെല്ലാം ചെയ്യും. അപ്പോൾ സുഭാഷ് ഏട്ടൻ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ അദ്ദേഹത്തെ സഹായിക്കാത്തത്? ഇത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇനി മുതൽ നമ്മളെല്ലാവരും കൂടെ സുഭാഷ് ഏട്ടനെ സഹായിക്കണം. പെട്ടെന്ന് ജോലി തീർക്കാലോ. ഓക്കെ എന്ന് എല്ലാവരും കുറച്ച് മടിയോടുകൂടിയാണെങ്കിലും പറയുന്നുണ്ട്. നിധി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട് സുധീഷ് എന്ന് പറയുമ്പോൾ സുധീഷ് ഷെൽഫിൽ നിന്നും ഒരു ബോട്ടിൽ എടുക്കുന്നുണ്ട്. ഇതെന്താ, ഇത് പഞ്ചസാരയല്ലേ സുധീഷ്? നിനക്ക് പഞ്ചസാരയും ഉപ്പും മനസ്സിലാവത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, രണ്ടും വെള്ള കളറല്ലേ, അതുകൊണ്ട് മാറിപ്പോയതാ, സോറി എന്നും പറഞ്ഞുകൊണ്ട് ഉപ്പുപാത്രം എടുത്ത് അതിൽ നിന്നും ഒരു കയ്യിൽ നിറയെ ഉപ്പെടുത്ത് അതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് നിധി പറയുന്നുണ്ട്, കുറച്ചുപ്പിട്, നിനക്കെന്താ ബോധമില്ലേ എന്നും ചോദിച്ചുകൊണ്ട് കവിളിലേക്ക് ഒരടി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടതും സുധീഷ് കണ്ണ് തുറിച്ചു പോവാണ്. ഇവളെന്നെ അടിക്കാൻ തുടങ്ങിയോ എന്ന് മനസ്സ് ചിന്തിക്കുന്നുണ്ട്. ഇടം കണ്ടിട്ട് അനിയന്മാരെ നോക്കുവാണ്. എന്നാൽ ഇത് കണ്ട് ഹരീഷും നികേഷും ചിരിക്കുന്നുണ്ട്. നിധി എന്ത് ജോലി പറഞ്ഞാലും അതൊന്നും അറിയില്ല എന്ന് സുധീഷ് പറയുന്നത് കേട്ട് നിധിയുടെ കയ്യിൽ നിന്നും നല്ല വഴക്ക് കേൾക്കുന്നുണ്ട് സുധീഷിന്. പെട്ടെന്ന് സുധീഷിൻ്റെ ഫോൺ റിങ്ങിയാണ്. 1 മിനിറ്റ് നിധി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഫോൺ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞതും തിരിച്ചു വരുവാണ്. പതിയെ നിധിയുടെ അടുത്തേക്ക് മാറി നിന്ന് സ്വകാര്യമായിട്ട് പറയുന്നുണ്ട്, നികേഷിൻ്റെ അമ്മ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിച്ചു. ഇത് കേട്ടതും നിധിക്ക് ആകാംക്ഷയായി. ആണോ, കണ്ടുപിടിച്ചോ? പക്ഷെ ഇപ്പോഴൊന്നും പറയണ്ട, നികേഷ് കേൾക്കും. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് തൻ്റെ ജോലികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോലികളെല്ലാം പെട്ടെന്ന് തീർത്ത് നിധി ഓഫീസിലെത്തുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞതും ദിവ്യ സിദ്ധാർത്ഥ് നിന്നെ വിളിക്കുന്നുണ്ട് പറയുന്നു. ഇത് കേട്ട് നിധി പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥിൻ്റെ ക്യാബിനിലേക്ക് പോകുന്നുണ്ട്. സിദ്ധാർത്ഥ്, നിങ്ങൾ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം തൻ്റെ മുന്നിലിരിക്കുന്ന ഒരു ഫയലെടുത്ത് നിധിയുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. നിധി സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ഇത് കണ്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ദേ എന്നെ നോക്കിയിരിക്കാതെ ആ ഫയലൊന്ന് ചെക്ക് ചെയ്യേ, അതിലെ പ്രൊജക്റ്റ് ഒന്ന് നോക്കിയെന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആ ഫയൽ തുറന്നു നോക്കുവാണ്. അത് വായിച്ചതിന് ശേഷം നിധി ചോദിക്കുന്നുണ്ട്, ഇത് ഒരു ലക്ഷറി വീടിൻ്റെ പ്രൊജക്റ്റ് ആണല്ലോ? അതെ, ഒരു ലക്ഷറി വീടിൻ്റെ പ്രൊജക്റ്റ് തന്നെയാണ്. ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനൊരു വർക്ക് കിട്ടുന്നത്. ഇത് മനോഹരമായിട്ട് തന്നെ ചെയ്യണം.
ആ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. അവർക്ക് ഒന്നിനും തന്നെ പുറത്തേക്ക് പോവാൻ്റെ ഒരവസരം വരരുത്. അങ്ങനെ ഒരു വീടാണ് അവർ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് നിധി പറയുന്നുണ്ട്, ശരി സിദ്ധാർത്ഥ്, നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പ്ലീസ് സിദ്ധാർത്ഥ് എന്ന് പറയുവാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, എന്നെ അസിസ്റ്റ് ചെയ്യാനോ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിധിയും വീണ്ടും കെഞ്ചുന്നുണ്ട്, സിദ്ധാർത്ഥ് പ്ലീസ് അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് തരണം. അതെൻ്റെ കരിയർ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, എന്നെ അസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പ്രൊജക്റ്റ് നിധിയെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് വിശ്വസിക്കാൻ കഴിയാതെ പെട്ടെന്ന് നിധി എഴുന്നേറ്റ് പോവാണ്. എന്നിട്ട് സിദ്ധാർത്ഥിനോട് ചോദിക്കുന്നുണ്ട്, സിദ്ധാർത്ഥ് സത്യമാണോ ഈ പറയുന്നത്? ഈ ഡിസൈൻ ഞാനാണോ ചെയ്യേണ്ടത്? അതെ, നീ തന്നെയാണ് നിധി. എന്താ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? നീ അവിടെ ഇരിക്കേ. നിധി, നിന്നോട് ഞാനൊരു വീട് കെട്ടിക്കൊടുക്കാനല്ലല്ലോ പറഞ്ഞത്, ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയല്ലേ. നീ ചെയ്തു നോക്ക്, നമുക്ക് നോക്കാമെന്ന് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട്, അല്ല സിദ്ധാർത്ഥ്, ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഞാൻ തനിയെ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ശരിയാ നിധി, ഇത് വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണ്. എനിക്ക് നിന്നെ വിശ്വാസമാണ്, നിനക്കിത് ചെയ്യാൻ കഴിയും. നമുക്ക് നോക്കാം. എന്തായാലും ഈ ആഴ്ച തന്നെ ചെയ്ത് തീർക്കണം. പെട്ടെന്ന് ചെയ്ത് തീർത്താലേ എന്തെങ്കിലും കറപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമെന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥ്. അങ്ങനെ നിധി അവിടെ നിന്നും ഇറങ്ങി തൻ്റെ ക്യാബിനിൽ വന്നിരിക്കുകയാണ്. മുഖത്തെ പുഞ്ചിരി കണ്ട് ദിവ്യ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി നിധി? സിദ്ധാർത്ഥ് എന്തു പറഞ്ഞു? അത് സിദ്ധാർത്ഥ് എന്നെ ഒരു പ്രൊജക്റ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ദിവ്യ ചോദിക്കുന്നുണ്ട്, അതിനാണോ നീ ഇങ്ങനെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുന്നത്? അതേന്ന് നിധി പറയുവാണ്. നോക്കട്ടെ ആ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഫയലെടുത്ത് നിധി ദിവ്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. ദിവ്യ അത് തുറന്നു നോക്കുവാണ്. അത് നോക്കിയതിന് ശേഷം ദിവ്യയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിധി, ഇത്രയും വലിയൊരു പ്രൊജക്റ്റോ? നിധി, ഇത് വലിയൊരു പ്രൊജക്റ്റാണല്ലോ. ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. സിദ്ധാർത്ഥ് തന്നെയാണോ ഇത് നിന്നെ ഏൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് നിധി പറയുന്നുണ്ട്. എന്തായാലും ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിധി. ഇത്രയും വലിയ പ്രൊജക്റ്റുകളൊക്കെ വരുമ്പോൾ സിദ്ധാർത്ഥ് തനിയാണ് ചെയ്യുന്നത്, ലാസ്റ്റ് മാത്രമേ ഞങ്ങളെ കാണിക്കാറുള്ളൂ. ഇത് കേട്ടുകൊണ്ടാണ് സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ദിവ്യ, നിനക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദിവ്യ പറയുന്നുണ്ട്, ഇല്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്തരം വർക്കുകളൊന്നും ഞങ്ങളെ സിദ്ധാർത്ഥ് ഏൽപ്പിക്കാറില്ലല്ലോ, ഇതാദ്യമായിട്ടാണല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അതെ, എനിക്ക് നിധിയിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് ഞാനിതേ നിധിയെ ഏൽപ്പിച്ചത്. നിധിക്കിത് ചെയ്യാൻ പറ്റും. എന്തായാലും നിധി ഇപ്പം തന്നെ ചെയ്തു തുടങ്ങിക്കോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിക്കാം. ശരി സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വർക്കിലേക്ക് നീങ്ങുവാണ് നിധി. എന്നാൽ പെട്ടെന്ന് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, നിധി ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്? പെട്ടെന്ന് നിധിക്കൊന്നും മനസ്സിലായില്ല. പെർഫ്യൂമോ എന്ന് ചോദിക്കുകയാണ്. അതെ, നിധി യൂസ് ചെയ്യുന്ന പെർഫ്യൂം നിധിയെ പോലെ തന്നെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. ദിവ്യ നിധിയോട് ചോദിക്കുന്നുണ്ട്, നിധി കേട്ടില്ലേ, നിന്നോട് എന്താ സിദ്ധാർത്ഥ് ചോദിച്ചത്? ഏത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇങ്ങനെയൊന്നും ഇവിടെ ആരോടും അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ, സിദ്ധാർത്ഥിന് നിന്നോട് എന്തോ ഒരു ഇതുണ്ട്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, വേണ്ട ദിവ്യ, അതിന് നീ വേണ്ടാത്ത അർത്ഥങ്ങളൊന്നും കാണണ്ട, അങ്ങനെയൊന്നുമില്ല. എന്നെ വിശ്വസിച്ചല്ലേ ഇത്രയും വലിയൊരു വർക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ ദിവ്യ പതിയെ നിധിയുടെ അടുത്തേക്ക് നീങ്ങി വരുവാണ്. എന്നിട്ട് സ്മെല്ല് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഞാനും നിന്നെ ഒന്ന് മണത്ത് നോക്കട്ടെ, എത്രയും നല്ല സ്പ്രേ ആണോ നീ അടിച്ചിരിക്കുന്നതെന്ന്. പക്ഷേ നിധി പറയുന്നുണ്ട്, നീ ഒന്ന് പോ ദിവ്യ, ഞാൻ സ്പ്രേ ഒന്നും അടിച്ചിട്ടില്ല. അടിച്ചിട്ടില്ലേ? അത് ശരി, നിൻ്റെ നാച്ചുറൽ സ്മെല്ലാണോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ പോ നീ എന്നും പറഞ്ഞുകൊണ്ട് നിധിക്ക് ദിവ്യയുടെ കയ്യിലിട്ടൊരു കൊട്ട് കൊടുക്കുകയാണ്. ഇതേ സമയം സുധീഷ് തൻ്റെ ഫ്രണ്ടിനോടൊപ്പം നടന്ന് തൻ്റെ ഫോണിലുള്ള നികേഷിൻ്റെ അമ്മയുടെ ഫോട്ടോ കാണിച്ച് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ഈ സ്ത്രീയെ അറിയുമോ എന്ന്. പക്ഷേ ചോദിക്കുന്നവരാരും അറിയില്ല എന്നാണ് പറയുന്നത്. കുറേ ഷോപ്പുകളിലും അതിലെ നടന്നു പോകുന്നവരോടുമായിട്ട് എല്ലാം അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സ്ത്രീയെ ആരും കണ്ടിട്ടില്ലെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അവൻ്റെ ഫ്രണ്ടിന് ദേഷ്യം വരുവാണ്. ഫ്രണ്ട് പറയുന്നുണ്ട്, എന്തിനാടാ സുധീഷേ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്? ഇവിടെ ആരും സ്ത്രീയെ കണ്ടിട്ടില്ലെന്ന് പറയുന്നു. വാ നമുക്ക് പോവാം, മതി നിൻ്റെ അന്വേഷണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്നും പോകുന്നുണ്ട്. ഇതേ സമയം സുഖമില്ലാത്ത കാലും വെച്ച് സുഭാഷ് ഏട്ടൻ വർക്ക് സൈറ്റിലെത്തിയിട്ടുണ്ട്. എല്ലാവരോടൊപ്പം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട അവിനാശ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഈ വയ്യാത്ത കാലും വെച്ച് ഇങ്ങനെ പണിയെടുക്കണ്ട,
അതിൽ നീര് വരും, എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ സുഭാഷ് ഏട്ടൻ അവിടെ കാണുന്ന ഒരു കല്ലിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ചാന്ദിനി വരുന്നുണ്ട്. ചാന്ദിനി സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. കാലിന് എങ്ങനെയുണ്ട് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കാലിൽ പിടിക്കാൻ പോകുമ്പോൾ അത് വേണ്ട, എന്താ ചാന്ദിനി കാണിക്കുന്നതെന്ന് ചോദിച്ച് സുഭാഷ് ഏട്ടൻ കാല് വലിക്കുന്നുണ്ട്. അല്ല, ചാന്ദിനിയോട് ആരാ ഇക്കാര്യം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവിനാഷ് പറയുന്നുണ്ട്, ഞാനാ പറഞ്ഞത് സുഭാഷ് ഏട്ടൻ്റെ കാലിന് വെയ്യെന്ന്. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എന്തിനാ അവിനാഷേ അവളോട് ഇത് പറഞ്ഞത്? കണ്ടില്ലേ അവളുടെ മുഖം ഇരിക്കുന്നത് കണ്ടില്ലേ, അവൾക്ക് നല്ല വിഷമമുണ്ട്. സുഭാഷ് ഏട്ടന് ചായ വേണോ, ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ പോവുകയാണെന്ന് അവിനാഷ് പറയുന്നുണ്ട്. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചിട്ട് വാ എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോൾ അവരെല്ലാവരും കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചാന്ദിനി സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, നല്ല വേദനയുണ്ടല്ലേ, ഗുളിക കഴിക്കാമായിരുന്നില്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊരു ഉളുക്കല്ലേ, 2 ദിവസം കൊണ്ട് മാറും. അപ്പോൾ ചാന്ദിനി പറയുന്നുണ്ട്, നോക്കട്ടെ ആ കാലിങ്ങത്താ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ സമ്മതിക്കുന്നില്ല. ചാന്ദിനിയാണെങ്കിൽ ബലമായി തന്നെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെക്കുകയാണ്. ചാന്ദിനി കാലിൽ പിടിക്കുമ്പോൾ നല്ല വേദന കൊണ്ട് സുഭാഷ് ഏട്ടൻ എന്ന് പറയുമ്പോൾ നല്ല വേദന ഉണ്ടല്ലേ എന്ന് ചാന്ദിനി ചോദിക്കുന്നുണ്ട്. പക്ഷെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഇല്ല ചാന്ദിനി, നീ അങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു വേദന എന്ന് സുഭാഷ് ഏട്ടൻ കള്ളം പറയുകയാണ്. ഉടനെ തൻ്റെ ബാഗിൽ നിന്നും ചാന്ദിനി ഒരു ഓയിലെടുത്ത് സുഭാഷ് ഏട്ടൻ്റെ കാലിൽ നന്നായി പുരട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സുഭാഷ് ഏട്ടന് നല്ല വേദനയുണ്ട്, കടിച്ചമർത്തിയിരിക്കുകയാണ്. കുറച്ചു നേരം തൈലം ഇട്ടതിന് ശേഷം സുഭാഷ് ഏട്ടനോടൊന്ന് നടന്നു നോക്കാൻ വേണ്ടി പറയുകയാണ്. കുറച്ചു ദൂരം സുഭാഷ് ഏട്ടൻ നടക്കുന്നുണ്ട്. പിറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് സുഭാഷ് ഏട്ടൻ. ചാന്ദിനിയുടെ മുഖത്ത് അങ്ങനെ നോക്കിക്കൊണ്ട് അല്പനേരം നിൽക്കുന്നുണ്ട്. അതിനുശേഷം സുഭാഷ് ഏട്ടൻ്റെ കയ്യിൽ പിടിച്ച് ചാന്ദിനി അവിടെ ഒരു ചെയറിൽ ഇരുത്തുകയാണ്. എന്നിട്ട് താൻ കൊണ്ടുവന്ന സ്വീറ്റ്സ് എല്ലാം സുഭാഷ് ഏട്ടന് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരീഷ് മെക്കാനിക് ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അതിൻ്റെ ഓണർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. അദ്ദേഹം തൻ്റെ അസുഖത്തെക്കുറിച്ചും തനിക്ക് എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാൻ വയ്യ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല, ഒന്ന് വിളിച്ചാൽ പോരെ, ഞാൻ വീട്ടിലേക്ക് കണക്കുകളെല്ലാം കൊണ്ടുവന്ന് തരില്ലേ, ക്യാഷും എത്തിക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഞാൻ ഈ കട ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അയ്യോ സാർ എന്താണ് ഈ പറയുന്നത്, ഞാൻ ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത്, ഇങ്ങനെയൊന്നും പറയരുത്, ഞാനിതൊഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതമാർഗം മുട്ടിപ്പോവില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിന്നോട് ഒഴിയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, ഞാനൊരു 3 ലക്ഷം രൂപയ്ക്കാണ് ഈ കട ലീസിനെടുത്തിരിക്കുന്നത്, എനിക്കിപ്പോൾ ക്യാഷിന് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് 3 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് ഈ കട അങ്ങ് തിരിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നീ നിൻ്റെ ബുദ്ധിമുട്ട് എന്നോട് പറയുമ്പോൾ ഞാനതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് പകരം നീ 3 ലക്ഷം എനിക്കിങ്ങ് താ, എന്നിട്ട് ഈ കട നീ തന്നെ നടത്തിക്കോ എന്നങ്ങ് പറയുമ്പോൾ ഹരീഷ് അന്തം വിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. സാർ എന്താ ഈ പറയുന്നത്, എന്നോടെടുത്തോളാനോ, അത് 3 ലക്ഷം രൂപയ്ക്ക്? നിന്നെക്കൊണ്ട് പറ്റും ഹരീഷേ, നീ തന്നെയല്ലേ ഈ ഷോപ്പൊക്കെ നോക്കി നടത്താറുള്ളത്, ഞാൻ ഇങ്ങോട്ടേക്ക് വരാറേ ഇല്ല, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നീയാണ്, പിന്നെ ഞാൻ ലീസിൻ്റെ ക്യാഷ് മാത്രമേ ചോദിക്കുന്നുള്ളൂ, ഈ കടയിലേക്ക് ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒന്നും വില നീ തരേണ്ടതില്ല, അതെല്ലാം നിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടിരിക്കട്ടെ, നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. ഇത് കേട്ട് ചന്തു പറയുന്നുണ്ട്, സാറ് പറയുന്നത് ശരിയല്ലേ, എന്തിനാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു മുതലാളിയാവാനുള്ള ഒരു തൊഴിലാളിക്കുള്ള അവസരമാണ് ഈ പറയുന്നത്, അത് നിഷേധിക്കരുത്, എന്നങ്ങ് പറഞ്ഞേക്കെന്ന് പറയുമ്പോൾ നീയൊന്നും മിണ്ടാതിരിക്കേ, ഇത് ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സാറ് പറയുന്നുണ്ട്, ആലോചിച്ച് മാത്രം പറഞ്ഞാൽ മതി, പെട്ടെന്നൊരു മറുപടി പറയാനല്ല ഞാനിത് പറയുന്നത്, നീ എല്ലാം അറിഞ്ഞ് എല്ലാം നിശ്ചയിച്ചിട്ട് എന്നെ വിളിക്കെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ ചന്തു പറയുന്നുണ്ട്, അതെ നീ എന്താ അവരോട് അദ്ദേഹത്തോട് എന്ന് പറയാതിരുന്നത്, നല്ലൊരു അവസരമല്ലേ, ഒന്നും ചിന്തിക്കാനില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ചിന്തിക്കാനുണ്ട്, 3 ലക്ഷം രൂപ ഞാൻ ഇത്ര പെട്ടെന്ന് എവിടെ നിന്നും ഉണ്ടാക്കാനാ, അതൊക്കെ ശരി തന്നെ, പക്ഷേ ഈ ഷോപ്പ് കൊടുക്കാനുണ്ടെന്ന് ആളുകൾ അറിഞ്ഞാലുണ്ടല്ലോ എത്രയും പെട്ടെന്ന് തന്നെ ഇത് കച്ചവടമാവും, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരു 3 ലക്ഷം രൂപയുണ്ടാക്കി ഇതങ്ങ് വാങ്ങാൻ നോക്ക്. ഇതേ സമയം കിളിക്കൂട്ടിൽ സുഭാഷ് ഏട്ടൻ സുധീഷിനോടും നികേഷിനോടുമായിട്ട് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദോശ മതിയെന്ന് പറയുന്നുണ്ട്. നികേഷ് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്,
സുഭാഷേട്ടൻ്റെ ആളിന് ഇങ്ങനെ ആലു ഇഷ്ടമാണെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് എപ്പോഴും അത് തന്നെ ഉണ്ടാക്കി തരല്ലേ, കുറച്ച് കടലക്കറി ഉണ്ടാക്കുമെന്ന് പറയുവാണ്. ശരി ഞാൻ ഉണ്ടാക്കിയത് എന്താന്ന് വെച്ചാലും ഇനി മുതൽ നിങ്ങൾ കഴിച്ചോളണം എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷേട്ടൻ കിച്ചണിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഹരീഷ് കയറി വരുന്നത്. ഹരീഷിൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമം. അപ്പോൾ ആ ഭാവം കണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് പറ്റിയടാ ഹരീഷേ, നിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കുവാണ്. അതിനെന്താ നീ പറയുന്ന സുഭാഷിട്ട് പറയുന്നുണ്ട്. എന്നാൽ നികേഷ് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നീതുവിനുമായിട്ട് ബ്രേക്കപ്പ് ആയോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അത് തന്നെ ബ്രേക്കപ്പ് ആയി, നീ ഫ്രീ ആയല്ലോ അല്ലേ ഹരീഷ് എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് പോടാ എന്ന് സുഭാഷേട്ടൻ പറയുന്നുണ്ട്. ഹരീഷാണെങ്കിൽ ഇതെങ്ങനെ പറയുമെന്ന് അറിയാണ്ട് മടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്, എടാ ഹരീഷെ ഒന്ന് പെട്ടെന്ന് പറയടാ, അല്ല ഇനി ശരിക്കും നിന്റെ നീതു പ്രഗ്നൻ്റ് ആയോ എന്ന് ചോദിക്കുകയാണ്. എടാ ഒന്ന് മിണ്ടാതിരിയടാ എന്ന് സുഭാഷേട്ടൻ പറയുന്നുണ്ട്. നിധിയേട്ടത്തിയെ കൂടി ഒന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തി പറയാനും മാത്രം എന്ത് കാര്യമാടാ ഉള്ളത്, നീതുവിനെ വിളിച്ചോണ്ട് വന്നോ നീ എന്ന് ചോദിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇത് നീതുവിൻ്റെ കാര്യമൊന്നുമല്ല, നീ അത് വിട്ടേക്ക്, ഇത് വേറൊരു കാര്യമാണ്, അവരെ വിളിക്കെന്ന് പറയുന്നുണ്ട്. നിധി റൂമിലിരിക്കുന്നുണ്ട്. സുഭാഷേട്ടൻ നിധിയെ വിളിക്കുകയാണ്. നിധി മോളെ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ, ഹരീഷിന് എന്തോ പറയാനുണ്ടെന്ന്. അങ്ങനെ നിധി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ ഹരീഷ് എന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് കുറച്ച് മടിയോടുകൂടി തന്നെ പറയുന്നുണ്ട്, അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, കുറേ നേരമായാലോ നീ പറയാനുണ്ടെന്ന് പറയുന്നു, ഒന്ന് പറയടാ, പറഞ്ഞു തൊലയ്ക്കെന്ന് പറയുന്നുണ്ട് സുധീഷ്. അത് ഞാൻ മെക്കാനിക് ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അല്ല ഒരുപാട് വർഷമായി ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതും ഞങ്ങൾക്കറിയാമെന്ന് സുധീഷ് പറയുന്നുണ്ട്. നിന്നോടല്ല പറയുന്നത്, ഞാൻ ഏട്ടത്തിയോടാന്ന് പറയുവാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും മിണ്ടാതിരിക്കാമോ, കുറേ നേരമായല്ലോ കുറുകെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അവനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ സുധീഷ് യുവർ കണ്ടിന്യൂ എന്ന് പറയുവാണ്. അങ്ങനെ ഹരീഷ് വീണ്ടും പറയുന്നുണ്ട്, ഇന്ന് മെക്കാനിക് ഷോപ്പിലെ അതിൻ്റെ ഓണർ വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ആ ഷോപ്പ് ലീസിനെടുത്തിട്ടുള്ളതാണ്, ഇനി അദ്ദേഹത്തിന് അത് നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് തീരുമ്പോഴേക്കും സുധീഷ് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പം നിന്റെ ജോലി പോയി അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് വളരെ സന്തോഷത്തിൽ സുധീഷ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. നീയൊന്നും മിണ്ടാതിരിക്കടാ സുധീഷ് എന്ന് സുഭാഷേട്ടൻ പറയുന്നുണ്ട്. വീണ്ടും ചിരിക്കുകയാണ്. എന്നാൽ നിധി അവൻ്റെ മുഖത്തേക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ തുറിച്ചു നോക്കുകയാണ്. ആ നോട്ടം കണ്ടപ്പോൾ സുധീഷിന് മനസ്സിലായി താൻ ചിരിച്ചത് നിധിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ സുധീഷിൻ്റെ മുഖം അങ്ങ് വാടുന്നുണ്ട്. പെട്ടെന്ന് ചിരി അങ്ങ് നിൽക്കുവാണ്. മിണ്ടാതിരുന്നോളണം എന്ന് നിധി പറയുന്നുണ്ട്. ശരി എന്നും പറഞ്ഞുകൊണ്ട് ചുണ്ടിന് വിരൽ വെച്ച് ഇരിക്കുകയാണ് സുധീഷ്. അപ്പോൾ സുഭാഷേട്ടൻ പറയുന്നുണ്ട്, എടാ നിന്റെ ജോലി പോയോ, അതിന് നീ ഇത്രമാത്രം വിഷമിക്കുന്നതിന് എന്തിനാ, നിനക്ക് ജോലി അറിയാവുന്നതല്ലേ, വേറെ എവിടെ വേണമെങ്കിലും നിനക്ക് ജോലി കിട്ടും, നീ സമാധാനിക്കെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാടാ എന്നങ്ങ് ചോദിച്ചതും അടുത്ത് നിന്നിരുന്ന നിധി കൈകൊണ്ട് അവൻ്റെ തോളിനിട്ട് ഒറ്റ അടി അങ്ങ് കൊടുക്കുവാണ്. അവന് നന്നായി വേദനിക്കുന്നുണ്ട്. നീ എന്തിനാ എന്നെ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല പിന്നെ അടിക്കാതെ എന്ത് ചെയ്യും, കുറേ നേരമായില്ലേ, മിണ്ടാതിരിക്കാൻ പറയുന്നു, കിട്ടിയത് നന്നായി എന്ന് പറയുന്നുണ്ട്.